ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു എക്സ്റ്റെൻഡഡ് സ്ലീവ് ഡ്രസ്സാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി 1.5 മീറ്റർ ഡെനിം ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ വിഡ്ത്ത് 60 ഇഞ്ചസ് വിഡ്ത്തുള്ള ഫാബ്രിക്കാണ്. അതിന് ഇതുപോലെ നീളത്തിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് പീസ് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നു. ഞാനൊരു ലൈൻ വരച്ചിട്ട് അതിൽ 8 ഇഞ്ചസ് ആദ്യം മാർക്ക് ചെയ്തു. അതിനുശേഷം 11.5 ഇഞ്ച് 3.5 ഇഞ്ച് കൂടെ കൂട്ടി 11.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. 11.5 ഇഞ്ചിൽ നിന്നും താഴേക്കൊരു 2.5 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തു. ഇനി നെക്ക് വിഡ്ത്ത് ഞാൻ എടുക്കുന്നത് 5 ഇഞ്ചാണ്. അത്രയ്ക്ക് വീതി വേണ്ടെന്നുണ്ടെങ്കിൽ 4 ഇഞ്ച് എടുക്കാം. ഡെപ്ത്ത് 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതിന് ഇതുപോലെ ഒരു ബോക്സ് ആക്കി മാറ്റിയതിന് ശേഷം നെക്ക് ഷേപ്പ് കൊടുക്കാം. ഇനി ആ 5 ഇഞ്ച് മാർക്ക് ചെയ്ത നെക്ക് പോയിന്റിൽ നിന്നും ഷോൾഡർ സ്ലോപ്പ് ഇതുപോലെ വരയ്ക്കുന്നു. ഇനി വേസ്റ്റ് 15 ഇഞ്ചസിൽ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. രണ്ട് സൈഡിൽ നിന്നും മെഷർ ചെയ്ത് 15 ഇഞ്ചസ് മാർക്ക് ചെയ്യുന്നു. അവിടെ നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. 9.25 ഇഞ്ചാണ് വേസ്റ്റ് മെഷർമെൻറ്റ്. അതിൻ്റെ ഒപ്പത്തിൽ 2 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് ആണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹിപ്പ് 25 ഇഞ്ചിലാണ് ഹിപ്പ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ആം ഹോൾ ഡെപ്ത് മാർക്ക് ചെയ്യുന്നത് ഞാൻ 9.5 ഇഞ്ചിലാണ്. അത് ഇതുപോലെ രണ്ട് സൈഡിൽ നിന്ന് 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ലൈൻ ആക്കിയിട്ട് അതിൽ നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. അതായത് 1/4 ചെസ്റ്റ് മെഷർമെൻറ്റ് പ്ലസ് 2 ഇഞ്ചസ് ഈസാണ് ഞാൻ കൊടുക്കുന്നത്. അതായത് സീം അലവൻസ് ആണ് കൊടുക്കുന്നത്. ഒരുപാട് ലൂസായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് കൊടുത്താൽ മതി. ഞാനിവിടെ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഹിപ്പ് മെഷർമെൻറ്റ് 10 ഇഞ്ചസ് പ്ലസ് 2 ഇഞ്ചസ് അല്ലെങ്കിൽ 1 ഇഞ്ചസ് ഈസ് കൊടുക്കാം. ഞാൻ 2 ഇഞ്ചസാണ് കൊടുക്കുന്നത്. ആം ഹോളിന് ഇതുപോലെ നമ്മൾ വളച്ചിട്ട് വേണം ഷേപ്പ് കൊടുക്കാനായിട്ട്. ഹിപ്പ് കർവും ഇതുപോലെ തന്നെ സ്ട്രൈറ്റ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് സൈഡിലേക്ക് ചരിച്ച് ഒരു എ ലൈൻ പോലെയും ചെയ്യാം. അതിനുശേഷം തന്നെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി ഈ ഫ്രണ്ട് പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് പോർഷന് വെട്ടുന്നത്. അതിനുവേണ്ടി ഷോൾഡർ ലൈനിൽ നിന്നും 1 ഇഞ്ചസ് ഞാൻ എക്സ്ട്രാ കൊടുക്കുന്നു. അതായത് ബാക്ക് പാറ്റേണിന് 1 ഇഞ്ചസ് ഷോൾഡറിൽ കൂടുതലാണ് കൊടുക്കുന്നത്. നെക്ക് ഡെപ്തും വിഡ്ത്തും എല്ലാം സെയിം തന്നെ. ബാക്കിയതും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് സെയിം ലെവൽ കട്ട് ചെയ്ത് മാറ്റുന്നു.
ഈ സ്ലീവിൻ്റെ കഫിന് വേണ്ടിയിട്ട് നമ്മൾ 5.5 ഇഞ്ച് വീതിയിലുള്ള ഫാബ്രിക് എടുത്തു. അതിനിതുപോലെ 2 പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. നെക്ക് ഫിനിഷിങ്ങിന് വേണ്ടി ഞാൻ 1 ഇഞ്ച് ബയാ സ്ട്രിപ്പ് എടുത്തിട്ട് അത് ഫോൾഡ് ചെയ്ത് അതിനെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇതുപോലെ വെച്ചിട്ട് ഒരു 1/8 ഇഞ്ച് മെയിൻ ബോഡീസിൻ്റെ സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഇതുപോലെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നു. ബയാ സ്ട്രിപ്പിൻ്റെ തുടക്കത്തിൽ മടക്കി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം അയൺ ചെയ്തിട്ട് നമുക്ക് ഹെം കൊടുക്കാം. കഫ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഇതുപോലെ അയൺ ചെയ്തിട്ട് നല്ല വശങ്ങൾ ചേർത്ത് ആദ്യം മെഷർ ചെയ്തിട്ട് ആം ഹോള് ഇതുപോലെ മെഷർ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് മാറ്റാം. ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഈ കഫിൻ്റെ നല്ല വശവും ബോഡീസിൻ്റെ നല്ല വശവും തമ്മിൽ ഇതുപോലെ വെച്ചിട്ട് അണ്ടർ ആം സ്റ്റിച്ചസ് ഒരുപോലെ വെച്ച് പിൻ ചെയ്യുക. ഫുൾ റൗണ്ട്. എന്നിട്ട് മടക്കിയ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് തയ്ച്ച് പോകാം. തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ അടുത്ത ഫോൾഡ് എഡ്ജ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആ തയ്യലിൻ്റെ പൊക്കത്തിൽ വെച്ച് നമുക്ക് ഫുൾ റൗണ്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം. ഇതിനെ മടക്കി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ റോൾഡ് സ്ലീവ് കഫ് റെഡിയായി കഴിഞ്ഞു. ഇനി സ്ലിറ്റും ഫിനിഷ് ചെയ്ത് അടിവശവും മടക്കി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്റ്റൻഡ് സ്ലീവ് ഡ്രസ്സ് റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എന്നെ ഫീഡ്ബാക്ക് എഴുതി അറിയിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാപ്പി സോവിങ്.